അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ PSG വേഴ്സസ് ആർസണൽ മാച്ച് നടന്നു. 6 മത്സരത്തിൽ PSG ആണ് വിൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു വിജയം അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ PSG വേഴ്സസ് ഇന്റർ മിലാൻ മാച്ചാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും വിഷമമുണ്ട്. ജെന്യുയിൻലി പറയാണ് വിഷമമുണ്ട്. കാരണം ഈ ഒരു PSG വേഴ്സസ് ഇന്റർ മിലാൻ മാച്ചിന് പകരം അവിടെ നടക്കേണ്ടത് PSG വേഴ്സസ് ബാസ മാച്ചാണ്. ഒറ്റൊരാൾ കാരണം അത് മൊത്തം പോയിന്ന് പറയുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയാണ് റിക്കവർ ആവേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ബാസയാണ് കാണുന്നത്. അതായത് ഫസ്റ്റ് ലെഗിലും ഫൈറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ലെഗിലും ഫൈറ്റ് ചെയ്യുന്നു, നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ടീമാണ് സ്വന്തം ടീമേറ്റ് മിസ്റ്റേക്ക് കാരണം തോൽക്കേണ്ടി വരുന്നത്. ആ ഒരു വിഷമം അതതിന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ആ ഒരു വിഷമം ഉള്ളൊന്നും പോകുന്നില്ല. ഞാൻ ആരോഹിൽ നിന്ന് കുറേ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ജെറാഡ് മാർട്ടിനിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ പ്ലെയർ കിടിലനായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ആരോഹിൽ നിന്ന് ഞാൻ കുറേ എക്സ്പെക്ട് ചെയ്തതുകൊണ്ടായിരിക്കാം പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു മിസ്റ്റേക്ക് വന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. ഇപ്പോൾ ജെറാഡ് മാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു മിസ്റ്റേക്ക് വന്നെങ്കിൽ ഞാൻ ഓക്കെ ഇഗ്നോർ ചെയ്ത് വിട്ടേനെ. പക്ഷേ അറോഹോയുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നെന്ന് പറയുമ്പോൾ അതും ക്ലബ് ക്യാപ്റ്റൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നെന്ന് പറയുമ്പോൾ അതെന്തോ ദഹിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ആർസണൽ വേഴ്സസ് PSG മാച്ചിന് ശേഷം ലൂയിസ് എൻട്രിക്ക് ബാസിനെ വാഴ്ത്തിപ്പാടാണ് ചെയ്തത്. അങ്ങേര് ഒരു ഈഗോയിസ്റ്റിക് മനുഷ്യനാണ്. അങ്ങയുടെ വായിന്ന് വരെ ഹാൻസ് ഫ്ലിക്കിൻ്റെ ബാസിനെ പൊക്കി പറയുകയാണെങ്കിൽ ബാസ് അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ്. കാരണം ചാവിയുടെ അണ്ടറുള്ള ബാസിനെ പോലും ലൂയിസ് എൻട്രിക്ക് വാഴ്ത്തിപ്പാടിയില്ല. അവിടെയാണ് ഹാൻസ് ഫ്ലിക്കിൻ്റെ ബാസിനെ വാഴ്ത്തിപ്പാടുന്നത്. അപ്പോൾ ഇത്രയും വാഴ്ത്തൽ കേൾക്കുമ്പോഴും നമ്മൾ ഫൈനലിൽ ഇല്ല എന്ന് അറിയുമ്പോൾ നല്ല വിഷമമുണ്ട്. ഈ ഒരു ലൂയിസ് എൻട്രിക്ക് മാത്രമല്ല കുറേ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ ബാസിനെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. പക്ഷേ ആ ടീം ഫൈനലില്ല. ഒരാൾ കാരണം കൊണ്ടില്ല. ശരിയാണ് നമ്മൾ ഈ ഒരു ബാസ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ചിൽ കുറേ നല്ല ചാൻസ് മിസ്സാക്കി. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കുറേ നല്ല നല്ല ചാൻസ് മിസ്സാക്കിയിട്ടുണ്ട്. സോമർ ആണെങ്കിൽ കിടിലനായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നേടിയ ആ ലീഡ് ഒരാൾ കാരണം പോയിട്ടുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം ഈ ഒരു ബാസ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ചിലെ റഫറി ആയിട്ടുള്ള സൈമൺ മാർക്കിനിക്. ഇങ്ങേര് പണ്ട് ഈ ഒരു ബയേൺ വേഴ്സസ് റയൽ മാഡ്രിഡ് മാച്ചിൻ്റെ റഫറി ആയിട്ട് വന്നു. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഈ റൗണ്ട് ഓഫ് 16 അത്ലറ്റിക് മാഡ്രിഡ് വേഴ്സസ് റയൽ മാഡ്രിഡ് മാച്ചിൻ്റെ റഫറി ആയിട്ട് വന്നു. ഈ പറയുന്ന മാച്ചിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്ന റഫറി എന്തിനാണ് ബിഗ് മാച്ചിൽ വരുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. UEFAക്ക് അറിയാലോ ഈ റഫറീൻ്റെ അണ്ടറിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ റഫറീന് പകരം അത്യാവശ്യം നല്ല ന്യൂട്രലായിട്ട് നിൽക്കുന്ന കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുന്ന റഫറീനെയാണല്ലോ ഈ മാച്ചിൽ നിയമിക്കേണ്ടത്. അതെന്തുകൊണ്ട് ചെയ്തില്ല? ഇതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഇതിൻ്റെ കൂടെയുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൻ്റെ ലിസ്റ്റ് പോലും ഇല്ലാത്ത വാർ റഫറീനെയാണ് ഈ ഒരു മാച്ചിലെ വാർ റഫറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചിൽ വാർ റഫറി എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷേ നിയമിച്ചത് ഒരു ശോകമായിട്ടുള്ള ഒരു വാർ റഫറീനെ. അതെങ്ങനെയാണ് UEFAക്ക് സാധിക്കുന്നത്? അതുമാത്രമല്ല വാർ എന്ന് പറയുന്നത് റഫറീനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ്, ഗൈഡ് ചെയ്യേണ്ട ഒരാളാണ്. അല്ലാതെ വാർ മിസ്റ്റേക്ക് വരുത്തല്ല വേണ്ടത്. പകരം റഫറി എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ വാർ റഫറി ഇൻ്റർഫിയർ ചെയ്തിട്ട് ഗൈഡ് ചെയ്യുക ചെയ്യേണ്ടത്. പക്ഷേ ഈ മാച്ചിൽ എത്ര തവണ വാർ റഫറി ഗൈഡ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം, ഞാൻ ലൈവ് മാച്ചിൽ കാണുന്ന സമയത്ത് പെഡ്രീന ഈ ഒരു ഇന്റർ മിലാൻ്റെ താരം ബാക്ക് ടു ബാക്ക് ആയിട്ട് ഫൗൾ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുന്ന സിനാരിയോ എന്ന് പറയുന്നത് പെഡ്രി റഫറീൻ്റെ അടുത്ത് ഇങ്ങനെ അത് ഫൗളാണെന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കുന്നു, റഫറി ചൂടാവുന്നു. ഈ ഒരു സിനാരിയോ ഞാൻ കാണുന്നത്. പക്ഷേ റിയാലിറ്റി വേറെയായിരുന്നു. അതൊരു ഫാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പെഡ്രീന ഇന്റർ മിലാൻ താരം ബാക്ക് ടു ബാക്ക് ഫൗൾ ചെയ്തു. റഫറി അത് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ പെഡ്രി ആ റഫറിക്ക് നേരെ വോയിസ് റേസ് ചെയ്തു. റഫറി ചൂടാവും. അപ്പോൾ എൻ്റെ ചോദ്യം, അവിടെ ലൈൻ റഫറി ഉണ്ട്, അവർക്കെന്താ പിന്നെ ജോലി? വാർ ഉണ്ട്, അവർക്കെന്താ പിന്നെ ജോലി? പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കണ്ടേ? എടുത്തോ? ഇല്ല. ഇതാണ് ഈ മാച്ചിൽ നടന്നിട്ടുള്ള മെയിൻ പ്രശ്നം. അതായത് ബാസ ഡിസേർവ് ചെയ്യുന്ന ഫൗൾസ്, ബാസ ഡിസേർവ് ചെയ്യുന്ന പെനാൽറ്റി, അതേപോലെ തന്നെ ഒപ്പോണന്റ് പ്ലേയേഴ്സ് കിട്ടേണ്ട യെല്ലോ കാർഡ്, ഡിസേർവ് ചെയ്യുന്ന സെക്കൻഡ് യെല്ലോ കാർഡ്, ഇതെല്ലാം കണ്ണടക്കാണ് ഈ റഫറി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് റഫറി വന്നിട്ട് പറയുകയാണ് ഞാൻ ആരും ഹേർട്ട് ചെയ്തിട്ടില്ല, ഞാൻ ജെന്യൂൻ ആണ് എന്ന് പറഞ്ഞിട്ട് നടക്കാം. അങ്ങനെ ഒരു മിസ്റ്റേക്ക് അങ്ങയുടെ മുന്നിൽ ഉണ്ട്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേർക്ക് മനസ്സിലാവും. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ വന്ന് പറയുകയാണ് ഞാൻ ഡീസൻ്റ് ആണ്, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങേരുടെ അണ്ടറിൽ കുറേ മിസ്റ്റേക്സ് വന്നതുകൊണ്ട് മാത്രമാണ് ആ ഫൂട്ടേജസ് ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്നത്. ഇതിൻ്റെ UEFA ഒരു പ്രോപ്പർ ആക്ഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല. പകരം ആ റഫറീനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ള റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക് മാഡ്രിഡ് മാച്ച്, ജൂലിയൻ ആൽവാരസിൻ്റെ ആ ഒരു ഡബിൾ ടച്ച്, ആ ഫൂട്ടേജ് എഡിറ്റ് ചെയ്തല്ലേ അപ്ലോഡ് ചെയ്തത്. ഒറിജിനൽ ഫൂട്ടേജും ഈ ഒരു UEFA പുറത്തോട്ട ഫൂട്ടേജിന് നല്ല വ്യത്യാസമുണ്ട്. ഈ റഫറി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റഫറി വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും എന്ന് അറിഞ്ഞിട്ടും അതേ UEFA വീണ്ടും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചിൽ യൂസ് ചെയ്തതിൻ്റെ റീസൺ മനസ്സിലാവുന്നില്ല. എന്തായാലും ശരി, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അടുത്ത വർഷം ഈ റഫറി ആയിക്കോട്ടെ, ഏത് റഫറി ആയിക്കോട്ടെ, ആരൊക്കെ തടസ്സമായിട്ട് നിന്നാലും അതിനെ മറികടന്ന് ബാസ കുറേ ഗോൾ നേടി മാച്ച് വിൻ ചെയ്യും. അത് സ്വന്തം ടീമേറ്റ് വരെ ചതിച്ചാൽ കൂടി തന്നെയും ബാസ വലിയൊരു മാർജിൽ മാച്ചസ് വിൻ ചെയ്യും. അത് ഉറപ്പാണ്. കാരണം ഇവിടെ റഫറി എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു മാച്ചിനെ കൊല്ലുന്നത്. അപ്പോൾ ആ റഫറീനെ മറികടക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് മുന്നോട്ട് വെച്ചാൽ നമുക്ക് മാച്ച് വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാച്ചിൽ നമ്മൾ 3-2 ലീഡ് നേടിയിട്ടില്ലേ, അത് റഫറിയുടെ സഹായം ഇല്ലാതെയാണ്. റഫറി നമ്മളെ മാക്സിമം തോൽപ്പിക്കാനോ നോക്കിയത്. പക്ഷെ അവിടെ ബാസ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചു. അതിൻ്റെ 2-3 ഇരട്ടി ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത സീസൺ മുതലുണ്ടാവും, സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ. ബാസ എന്തായാലും ചാമ്പ്യൻസ് ലീഗ് അടിക്കും തന്നെയാണ് എൻ്റെ ഉറപ്പ്. അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് വിന്നർ 2025-26 സീസണിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നർ FC ബാഴ്സലോണ ആയിരിക്കും. ഇത് എഴുതി വെച്ചു. ഇതെന്തായാലും നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം നടന്നിരിക്കും. അത്ര തന്നെ.
എന്തായാലും ശരി, ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്താണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇനി ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ. ഈ വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.